രവി, ഒരു കല്യാണം മുടങ്ങി വിചാരിച്ചിട്ട് നീ സങ്കടപ്പെടണ്ട. അതിലെത്രയോ നല്ല കുട്ടികൾ അകത്തുണ്ട്. ജയിലല്ല, ഉള്ള കുടുംബത്തിൽ തന്നെ കാണാൻ ഭംഗിയുള്ള. മനസ്സിലായില്ല. അല്ല, കുടുംബത്തിലേ കുറച്ച് പുറപ്പെണ്ണന്മാരുണ്ടല്ലോ, ആരെങ്കിലും ഒരാളെ കിട്ടിയ പോലെ. ഓ, രഘുമാമന്റെ മോള്. അത് ശരിയാവില്ല, എനിക്ക് വല്ല താല്പര്യമില്ല. രഘുമാമന്റെ മോള് വേണ്ട, വേറെ ഉണ്ടല്ലോ കുട്ടികള്. അതാരാണ്? അളിയന്റെ റൂട്ട് എനിക്ക് മനസ്സിലായി. തൃപ്പൂണിത്തുറയുള്ള അപ്പുക്കുട്ടന്റെ മകൾ, അതായത് അളിയന്റെ മകൾ. നടക്കൂല അളിയ. ഇതിനാണ് അളിയനോട് വന്നെങ്കിലേ വിട്ടോ, സ്ഥലം കാര്യം വിട്ടോ പോയിക്കോ, മതി, നേരം കളയണ്ട. ഇത് അടുത്ത ബസ് പിടിക്കാം. രവി, ഈ തണ്ടകാരനെ നീ നിന്നു പെണ്ണ് കിട്ടാതെ ഓർത്തോ. ഓ, സമ്മതിച്ചു. ചായ കൊടുത്തോണ്ടായിരുന്നു. എന്തിന്? ചുളുവിലെ സ്വത്തൊക്കെ അടിച്ചെടുക്കാനുള്ള പരിപാടിയാ. ഇത് പോയില്ലേ? ഞാൻ എന്റെ പെങ്ങളെ കണ്ടിട്ട് പൊക്കോളാം. ഓ, കുറച്ചധികമായി. ഓ, നമ്മുടെ രവിയുടെ കുന്നംകുളത്തുനിന്ന കല്യാണം ഉണ്ടല്ലോ, അതും മുടങ്ങി. ഇവിടെ ഏതൊരു പെൺകുട്ടി ഇവിടെ വന്ന് താമസിച്ചെന്നൊക്കെ പറഞ്ഞിട്ടേ. അയ്യോ, അതൊരു കഥയില്ലാത്ത കൊച്ചു ഇവിടെ വന്ന് കാടിത്തുള്ളി അങ്ങ് പോയി. അതൊരു പാവം കൊച്ചായിരുന്നു. അതിനിപ്പോ എന്താ? എന്തോ എനിക്കറിയാലോ, എൻ്റെ മോള് മേഘ, അവളിപ്പോൾ പഠിത്തവും കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. എന്നാ പിന്നെ നമ്മുടെ അരവിക്ക് നമ്മളെ ആലോചിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. അതൊരു നല്ല കാര്യ അല്ലേ? അതപ്പോൾ അത് പറഞ്ഞപ്പോൾ അളിയൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അളിയൻ അങ്ങനെ വഴക്കായി ബഹളായി. ഞാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. പിന്നെ നിന്നോട് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ട്. ശേ, അത് കഷ്ടമായി പോയല്ലോ. ചേട്ടൻ വിഷമിക്കണ്ട. ഇപ്പൊ ചേട്ടൻ അവിടെ കല്യാണക്കാരിയൊക്കെ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. അത് അവര് സമ്മതിച്ചുമില്ല. ഞാനൊരു കാര്യം പറയാം. ചേട്ടൻ എൻ്റെ കൂടെ അങ്ങോട്ട് വരിക, ഞാനിതൊന്നും കൂടെ പറയും. അപ്പൊ അവർ സമ്മതിക്കുകയല്ല. ചേട്ടൻ ചുമ്മാ അങ്ങ് മരിച്ചു വീഴാണ്. അതല്ല ചേട്ടാ, ചേട്ടൻ ഈ അറ്റാക്ക് വന്ന പോലെയൊക്കെ ഒന്നേ അഭിനയിച്ച് ചേട്ടനൊന്ന് വീണ് കയറുക. അതേ പിടിച്ച് ഞാൻ അങ്ങോട്ട് കയറും. നടക്കുമോ ഇത്? ചേട്ടൻ നടത്തിയിരിക്കും ചേട്ടാ. ഇതേ അമ്മിണിക്ക് ആദ്യത്തെ കളിയൊന്നുമല്ല. ചേട്ടൻ എൻ്റെ കൂടെ വാ. ചെറുക്കനെ ഒന്ന് കെട്ടിക്കാന്ന് വെച്ചാൽ ഇത് അങ്ങേർക്ക് എന്നാത്തിന്റെ സൂക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ നീ മാത്രം ഈ കുടുംബത്തിൽ ചിരിക്കണ്ട. അച്ഛാ, എൻ്റെ അഭിപ്രായത്തിൽ മേഘ വലിയ കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. മോനെ അരവിന്ദ, നീ ആ പൂതി അങ്ങ് മനസ്സൊന്ന് മാറ്റി വെച്ചേക്ക്. നിനക്ക് അയാളെ കുറിച്ച് അറിയാൻ പാടില്ലാണ്ടാണ്. ശകുനിയാണ്, ശകുനി. ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പാരവച്ച അയാളാ. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തില്ല.